ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുരോഗമിക്കുകയാണ്. വടശ്ശേരിക്കരയും മാടമണ്ണും തിരുവാഭരണ ഘോഷയാത്ര പിന്നിട്ട് കഴിഞ്ഞു. ഇന്നലെയാണ് പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. ഇന്ന് പുലർച്ചെ വീണ്ടും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു. ഇന്ന് വൈകിട്ട് ലാഹ സത്രത്തിലായിരിക്കും തിരുവാഭരണ ഘോഷയാത്രാ സംഘം വിശ്രമിക്കുക. ഇപ്പോൾ മാടമണ്ണിൽ ഒരു ഭവനത്തിന് മുന്നിൽ ഈ തിരുവാഭരണം ഇറക്കി വയ്ക്കും. മണ്ഡകത്ത് കുടുംബത്തിലാണ് തിരുവാഭരണം ഇറക്കി വയ്ക്കുക. പണ്ട് ശബരിമല ക്ഷേത്രം നിർമ്മിച്ച ആ സമയത്ത് കയർ ഉൾപ്പെടെ സാധനങ്ങൾ ഈ കുടുംബത്തിൽ നിന്നും ഈ ഭാഗത്ത് നിന്നും കൊണ്ടുപോയി എന്നുള്ളതാണ് ഐതിഹ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡകത്ത് കുടുംബത്തിൽ തിരുവാഭരണങ്ങൾ ഇറക്കി വയ്ക്കുന്നത്. ജനുവരി 14 രാവിലെ 8:45 മകര സംക്രമ പൂജ. 15, 16, 17, 18 തീയതികളിൽ നെയ്യഭിഷേകത്തിന് ശേഷം അയ്യപ്പ ഭക്തർക്ക് തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ദർശിക്കാനുള്ള അവസരമുണ്ട്. 18-ാം തീയതി വരെയാണ് നെയ്യഭിഷേകവും കളഭാഭിഷേകവും നടക്കുക. മകരവിളക്ക് ദിവസം മുതൽ മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടിയിലേക്കുള്ള എഴുന്നള്ളത്തും ആരംഭിക്കും. മണ്ഡകത്ത് കുടുംബത്തിന് മുന്നിൽ തിരുവാഭരണങ്ങൾ ഇറക്കി വെച്ചു. ഇപ്പോൾ തിരുവാഭരണ ദർശനമാണ്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് തിരുവാഭരണം ദർശിക്കുന്നതിനായി ഈ മാടമണ്ണിലെ ഈ ഭവനത്തിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. ഇന്ന് വൈകിട്ട് ലാഹ സത്രത്തിലായിരിക്കും സംഘം വിശ്രമിക്കുക. അതിനുശേഷം നാളെ പുലർച്ചെ വീണ്ടും സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.